Dear students, welcome to EDCOM. ഇന്നത്തെ വീഡിയോ ബികോമിന്റെ MDC സബ്ജക്റ്റ് ബിസിനസ് സ്റ്റാർട്ടപ്പ് എസെൻഷ്യൽസ് അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആണ്. ബികോം ഈ ഒരു MDC കോമേഴ്സ് ബികോമിന്റെ സ്റ്റുഡൻസ് അല്ല ഈ MDC എടുക്കേണ്ടത്, ബാക്കിയുള്ള അതർ ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് ആണ് ഇത് സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അവർക്കാണ് ഇത് ഉപയോഗം, അവർക്കാണ് യൂസ്ഫുൾ. സോ ബികോമിന്റെ സ്റ്റുഡൻസ് ആണ് ഇത് കേൾക്കുന്നതെങ്കിൽ അവർക്കും കൂടെ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഈ ബിസിനസ് സ്റ്റാർട്ടപ്പ് എസെൻഷ്യൽസ് എന്ന ഈ സബ്ജക്റ്റ് MDC ആയിട്ട് എടുത്തുള്ള എല്ലാവർക്കും ഇത് റെഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, 1.5 മണിക്കൂർ മാക്സിമം ടൈം, മാക്സിമം മാർക്ക് 50 ആണ്. വളരെ സിമ്പിൾ പേപ്പറാണ്, ഫുള്ളി ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. 2 മാർക്കിന്റെ ഫസ്റ്റ് സെക്ഷൻ ഡിഫൈൻ ഓൺടർപ്രണർഷിപ്പ്. ഓൺടർപ്രണർഷിപ്പ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൺടർപ്രണർഷിപ്പ് നോർമലി നമ്മൾ ഒരുവിധം ഇതുമായി ബന്ധപ്പെട്ട എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഓൺടർപ്രണർഷിപ്പിന്റെ ഡെഫിനിഷൻ. അപ്പൊ ഇതെല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. Entrepreneurship is the process of identifying business opportunities, taking risk, mobilizing resources and creating new venture to generate value and profit. ഓപ്പർച്യൂണിറ്റീസ് ഐഡന്റിഫൈ ചെയ്ത് റിസ്കുകളൊക്കെ ഏറ്റെടുത്ത് ഒരു പുതിയ ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദി ക്വാളിറ്റീസ് ഓഫ് ഓൺ ഓൺടർപ്രണർ? ഓൺടർപ്രണറുടെ ക്വാളിറ്റി എന്തൊക്കെയെന്നുള്ളതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. 2 മാർക്കിനായതുകൊണ്ട് ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്താൽ മതി. ഓക്കെ, അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ. ഓൺടർപ്രണർ ഒരു ക്രിയേറ്റിവിറ്റി ഉള്ള ആളായിരിക്കണം, റിസ്ക് ടേക്കിംഗ് എബിലിറ്റി ഉണ്ടായിരിക്കണം, ലീഡർഷിപ്പ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ഉണ്ടായിരിക്കണം, കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം, പ്രോബ്ലം സോൾവിംഗ് സ്കിൽ. ഓക്കെ, വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ സെറ്റിംഗ് എ ബിസിനസ് ഒബ്ജക്റ്റീവ്സ്? ഒരു ബിസിനസിന്റെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പരിഗണിക്കേണ്ടത്? അപ്പൊ ബിസിനസിന്റെ നേച്ചർ നോക്കണം, അതേപോലെ തന്നെ അവൈലബിൾ റിസോഴ്സുകൾ, എന്തൊക്കെ നമ്മൾ റിസോഴ്സുകൾ അവൈലബിൾ ആയത്, മാർക്കറ്റിന്റെ കണ്ടീഷൻ എങ്ങനെ, ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ചെക്ക് ചെയ്യണം. ലോങ് ടേം വിഷൻ ഓഫ് ദി ഓണറുടെ ഒരു വിഷൻ എന്താ? ലോങ് ടേമിലേക്കുള്ള ഒരു വിഷൻ ഉണ്ടാവും, ഷോർട്ട് ടേം ഉണ്ടാവും, ലോങ് ടേം ഉണ്ടാവും. അപ്പൊ അതെല്ലാം നോക്കിയിട്ട് വേണം ഒരു ബിസിനസിന്റെ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യാൻ. ഒക്കെ ചെറിയ 2 മാർക്കിനാണ്, അപ്പൊ 4-5 പോയിന്റ് കൊടുത്താൽ മതി. What do you mean by market research? Market research is the process of collecting and analyzing information about customers, competitors. അതാണ് മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത്. കളക്ടിങ് ആൻഡ് അനലൈസിങ് ഇൻഫർമേഷൻസ് അബൌട്ട് കസ്റ്റമേഴ്സ്. നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ നമ്മുടെ കസ്റ്റമറെ കുറിച്ച്, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്, ഒരു പ്രക്രിയയാണ് നമ്മൾ മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത്. അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള ബിസിനസ് ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ. വാട്ട് യു മീൻ ബൈ ബൂട്ട് സ്ട്രാപ്പിംഗ് ഇൻ ദി സ്റ്റാർട്ടപ്പ് കോണ്ടെക്സ്റ്റ്? എന്താണ് ബൂട്ട് സ്ട്രാപ്പിംഗ്? ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടപ്പിന്റെ കോണ്ടെക്സ്റ്റില് ഈ ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൂട്ട് സ്ട്രാപ്പിംഗ് റെഫേഴ്സ് ടു സ്റ്റാർട്ടിംഗ് ആൻഡ് ഗ്രോയിങ് എ ബിസിനസ് യൂസിങ് പേഴ്സണൽ സേവിങ്സ്, കസ്റ്റമർ റവന്യൂ ആൻഡ് മിനിമം എക്സ്റ്റേണൽ ഫണ്ടിങ്. പുറത്തുനിന്നുള്ള ഫണ്ടുകൾ പരമാവധി കുറച്ചിട്ട് സ്വന്തം സേവിങ്സ് ഉള്ള ഫണ്ട് ഉപയോഗിച്ചിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അത് ഗ്രോ അപ്പ് ചെയ്യുകയാണെങ്കിൽ അത്തരം ഒരു ടൈപ്പിനെയാണ് ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറയുന്നത്. സ്വയം നമ്മൾ ഒരുപാട് കാലം നമ്മൾ സേവ് ചെയ്ത ഫണ്ട് ഉപയോഗിച്ചിട്ട്, നമ്മൾ സ്വന്തം ഫണ്ട് ഉപയോഗിച്ചിട്ട്, ചുരുക്കി പറഞ്ഞാൽ സ്വന്തം ഫണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. What is venture capital? Venture capital is a form of finance provided by investors to high growth startup exchanging for equity ownership. നല്ല റിസ്ക് ഉള്ള ഹൈ ഗ്രോത്ത് സാധ്യതയുള്ള ചില സ്റ്റാർട്ടപ്പുകൾക്ക് നമ്മൾ ഫിനാൻസ് കൊടുക്കുന്ന ഒരു ഫോമാണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് എ ഫോം ഓഫ് ഫിനാൻസിങ് പ്രൊവൈഡഡ് ബൈ ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യാണ്? ഫിനാൻസ് കൊടുക്കുകയാണ്. അവരുടെ ആ പ്രത്യേകത എന്താ? അത്തരം വെഞ്ചർ ബിസിനസ്സുകളെ പ്രത്യേകത എന്താണ്? നല്ല ഹൈ റിസ്കും ആയിരിക്കും, ഹൈ പ്രോഫിറ്റും ആയിരിക്കും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഹൈ ലോസ് വരാൻ ചാൻസ് ഉണ്ട്, ഹൈ പ്രോഫിറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അത്തരം ബിസിനസ്സുകൾക്ക് ഇപ്പൊ സ്പെഷ്യലി നമ്മൾ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് വെഞ്ചർ ക്യാപിറ്റൽ. What are the different crowd funding platforms in India? Crowd ഫണ്ടിങ്ങിന്റെ പ്ലാറ്റ്ഫോംസുകൾ ഏതൊക്കെയാണ്? ക്രൗഡ് ഫണ്ടിങ് എന്താ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ക്രൗഡ് ഫണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ കുറഞ്ഞ എമൗണ്ട് എല്ലാവരേക്കും സ്വീകരിച്ച് നമ്മൾ വലിയ പദ്ധതികൾ വലിയ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതാണ് ക്രൗഡ് ഫണ്ടിങ് ഉപയോഗിക്കുന്നത്. ഒരുപാട് ആളുകളിൽ നിന്ന് ചെറിയ ചെറിയ എമൗണ്ട് കളക്ട് ചെയ്തിട്ട് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ മറ്റു ചില സർവീസുകൾ, അതിനെയാണ് ക്രൗഡ് ഫണ്ടിങ്. അതിന്റെ പ്ലാറ്റ്ഫോംസുകളാണ് ഈ കൊടുത്തിട്ടുള്ളത്. കേട്ടോപ്പ്, മിലാപ്പ്, വിഷ്ബറി, ഫുവൽ ഡ്രീം, ഇമ്പാക്ട് ഗുരു, അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോംസുകൾ ഉണ്ട്. അതിന് ഹെൽത്ത് സെക്ടറിൽ, എഡ്യൂക്കേഷൻ സെക്ടറിലൊക്കെ പ്രവർത്തിക്കുന്ന പ്ലാറ്റ്ഫോംസുകൾ ഉണ്ട്. ഓക്കെ, ദെൻ വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്? സ്വന്തമായിട്ട് ഒരാൾ ബിസിനസ് നടത്തുകയാണെങ്കിൽ അവരുടെ ലിമിറ്റേഷൻസ് എന്തെല്ലാം? പാർട്ണർഷിപ്പ് അല്ല, സോളാണ്, സോൾ, സ്വന്തമായിട്ട്, അല്ലേ? അപ്പോൾ ക്യാപിറ്റൽ ലിമിറ്റഡ് ആണ്, നമുക്ക് കുറച്ച് ക്യാപിറ്റൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം ഒരാളല്ലോ. അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്, ബാധ്യതകൾക്ക് ലിമിറ്റ് ഇല്ല. ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി, ലിമിറ്റഡ് മാനേജീരിയൽ സ്കിൽ, അതാണ്. കാരണം ഒരാളേ ഉള്ളൂ എല്ലാത്തിനും, അപ്പൊ മാനേജറിയൽ സ്കില്ല് കുറവായിരിക്കും. വാട്ട് യു മീൻ ബൈ ആക്സെപ്റ്റൻസ് ഓഫ് ആൻ ഓഫർ ആസ് പെർ ദി കോൺട്രാക്ട് ആക്ട്? കോൺട്രാക്ട് ആക്ട് പ്രകാരം ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ക്വസ്റ്റ്യൻ. ആക്സെപ്റ്റൻസ് ഈസ് ദ എക്സ്പ്രഷൻ ഓഫ് വില്ലിംഗ്നെസ്. ഞാൻ റെഡിയാണ് എന്ന് എക്സ്പ്രസ് ചെയ്യുക, അതാണ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ഒരു എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റിന് ഐ എം റെഡി, അല്ലെങ്കിൽ എക്സ്പ്രഷൻ ഓഫ് ദി വില്ലിംഗ്നെസ് ആണ് എന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് ആക്സെപ്റ്റൻസ് ഓഫ് എൻ ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എഗ്രിമെന്റിൽ നമ്മൾ ക്രിയേറ്റിംഗ് എ വാലിഡ് എഗ്രിമെന്റ്, ഒരു വാലിഡ് എഗ്രിമെന്റ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വില്ലിംഗ് ആണ്, ഓക്കെ എന്ന് നമ്മൾ പറയുന്നതിനെയാണ് നമ്മൾ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. വാട്ട് ആർ ട്രേഡ് മാർക്ക്? എന്താണ് ട്രേഡ് മാർക്ക്? മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ട്രേഡ് മാർക്ക് ഇസ് എ ലീഗലി പ്രൊട്ടക്റ്റഡ് സൈൻ, ഒരു സിമ്പിൾ ഓർ വേർഡ് ഓർ ലോഗോ ദാറ്റ് ഡിസ്റ്റിംഗ്വിഷ് എ കമ്പനി ഗുഡ്സ് ഓർ സർവീസ് ഫ്രം അതേഴ്സ്. നമ്മുടെ കമ്പനിയെ മറ്റുള്ള കമ്പനികളിൽ നിന്ന്, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് വ്യത്യസ്തമാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ അല്ലെങ്കിൽ ഒരു വേർഡ്, ഒരു ലോഗോ, അതാണ് ട്രേഡ് മാർക്ക്. ഒരു ബ്രാൻഡ്, ഓക്കെ, ബ്രാൻഡ് മാർക്ക്. സെക്ഷൻ ബി 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, സീലിംഗ് 24 മാർക്കാണ്. ഫീച്ചേഴ്സ് ഓഫ്, ഇവാലുവേറ്റ് ഫീച്ചേഴ്സ് ഓഫ് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഇൻ കേരള. സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഇൻ കേരള, അതിന്റെ ഫീച്ചേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. സ്ട്രോങ് ഗവൺമെന്റ് സപ്പോർട്ട് ത്രൂ KSUM, കേരള സ്റ്റാർട്ടപ്പ് മിഷനിലൂടെ നല്ലൊരു ഗവൺമെന്റ് സപ്പോർട്ട് കിട്ടും എക്കോസിസ്റ്റത്തിന്. അതേപോലെ തന്നെ ഇൻക്യുബേറ്റേഴ്സ് ആൻഡ് ആക്സിലറേറ്റേഴ്സ് ലൈക്ക് ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, സ്റ്റാർട്ടപ്പ് വില്ലേജ്. ഇൻക്യുബേറ്റേഴ്സ് ഉണ്ട്, നമ്മുടെ തുടക്കത്തിൽ തന്നെ ബിസിനസ് സഹായിക്കുന്ന ആളുകൾ. ആക്സിലറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഗ്രോത്ത് ആയി സഹായിക്കുന്ന ആളുകൾ, അതാണ് ആക്സിലറേറ്റേഴ്സ്. Then availability of skilled human resources, skilled human resourceന്റെ അവൈലബിലിറ്റി ഒരു ഫീച്ചേഴ്സ് ആണ്. സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. Then startup friendly policy and incentives, startup friendly policies ആണ്. Access funding through seed funds and angel network, seed ഫണ്ടിലൂടെയും ഏഞ്ചൽ നെറ്റ്വർക്കിലൂടെയും നമുക്ക് ഫണ്ടുകൾ അവൈലബിൾ ആകും. ഫോക്കസ് ഓൺ ടെക്നോളജി, എഡ്യൂക്കേഷൻ, ടൂറിസം ആൻഡ് ഹെൽത്ത് സെക്ടർ, ഇത്തരം വളരെ പ്രധാനപ്പെട്ട സെക്ടേഴ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഫീച്ചേഴ്സ് പറയുന്നത്. ദെൻ വൈ ഡസ് ഓണ്ടർപ്രണർഷിപ്പ് അസ്യൂം സിഗ്നിഫിക്കൻസ്? എന്തുകൊണ്ടാണ് ഓണ്ടർപ്രണർഷിപ്പ് ഇത്രയും പ്രാധാന്യമുള്ളത്? അപ്പൊ അത് ചുരുക്കി പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് ആണ് ഈ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ്, അല്ലെ? എന്ത് നമുക്ക് എഴുതാം, നമുക്ക് ഉണ്ടാക്കി എഴുതാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ ജനറേറ്റ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, എംപ്ലോയ്മെന്റ്, എല്ലാവർക്കും തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നു. പ്രൊമോട്ട് ഇന്നോവേഷൻസ് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്. എൻകറേജ് എക്കണോമിക് ഡെവലപ്മെന്റ് നമ്മൾ ഓണ്ടർപ്രണർഷിപ്പിൽ സഹായിക്കുന്നുണ്ട്. എല്ലാവരും ബിസിനസ് തുടങ്ങുമ്പോൾ അതൊരു എക്കണോമിക് ഡെവലപ്മെന്റിനും കൂടെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ലീഡ്സ് ടു വെൽത്ത് ക്രിയേഷൻ ആൻഡ് ഇംപ്രൂവ്ഡ് ലിവിംഗ് സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിക്കുന്നു. ഫോസ്റ്റർ കോമ്പറ്റീഷൻ ആൻഡ് എഫിഷ്യൻസി, കോമ്പറ്റീഷൻ വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ എന്താണ് പ്രധാനമായിട്ടും നമുക്ക് വില കുറഞ്ഞിട്ട് പ്രൊഡക്റ്റ് കിട്ടും കസ്റ്റമേഴ്സിന്. സപ്പോർട്ട് റീജിയണൽ ഡെവലപ്മെന്റ് ആൻഡ് റിഡ്യൂസ് ഡിസ്പാരിറ്റീസ്, എല്ലായിടത്തും ബിസിനസ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതാണ് റെഡ്യൂസ് ഡിസ്പാരിറ്റി, അതാണ് റീജിയണൽ ഡെവലപ്മെന്റ്. റീജിയണലായിട്ട് എല്ലായിടത്തും ഡെവലപ്മെന്റ് ഉണ്ടാകുന്നു. അപ്പൊ അതൊക്കെയാണ് ഈ ഒരു പ്രധാനപ്പെട്ട ഓണ്ടർപ്രണർഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ്. ഇനിയും നിങ്ങൾക്ക് ഉണ്ടാക്കി എഴുതാൻ പറ്റും, ഒരുപാട് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, കാരണം 6 മാർക്കിനാണ് ഷോർട്ടേജ്. വൈ ഈസ് ബിസിനസ് പ്ലാനിങ് ഇമ്പോർട്ടന്റ്? എന്തുകൊണ്ടാണ് ബിസിനസ് പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ ബിസിനസിന്റെ പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടന്റ് എത്രത്തോളം? പ്ലാനിങ് ഉണ്ടാകുമ്പോൾ ഒരു ഡയറക്ഷൻ നമുക്ക് കിട്ടും, അതാണ് പ്രൊവൈഡ് ഡയറക്ഷൻ ആൻഡ് ക്ലാരിറ്റി. എല്ലാത്തിനും ക്ലാരിറ്റി കിട്ടും, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരു ക്ലാരിറ്റി. ഹെൽപ്പ് ഇൻ റിസോഴ്സ് അലോക്കേഷൻ, ഐഡന്റിഫൈ റിസ്ക് ആൻഡ് പ്രൊവൈഡ് സ്ട്രാറ്റജി. റിസ്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. എയ്ഡ്സ് ഇൻ സെക്യൂറിംഗ് ഫണ്ട് ഫ്രം ഇൻവെസ്റ്റേഴ്സ്. എസ്റ്റാബ്ലിഷസ് മെഷറബിൾ ഗോൾസ് ആൻഡ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്. ഇംപ്രൂവ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അക്കൗണ്ടബിലിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും.
അതാണ് ബിസിനസ് പ്ലാനിങ്. പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നേട്ടം, അത്രേ ഉദ്ദേശമുള്ളൂ. ഓക്കെ, എക്സ്പ്ലെയിൻ ദി വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിങ് പ്രോസസ്. നേരത്തെ പറഞ്ഞു നമ്മൾ വെഞ്ചർ ക്യാപിറ്റൽ എന്താണ്, അതിന്റെ ഫണ്ടിങ് പ്രോസസ്സ് ഒരു സ്റ്റെപ്സുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നേരത്തെ പറഞ്ഞു ഹൈ ഗ്രോത്ത് പ്രതീക്ഷിക്കുന്ന എന്നാൽ ഹൈ റിസ്ക് ഉള്ള സ്റ്റാർട്ടപ്പിലേക്ക് നമ്മൾ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റമാണ് വെഞ്ചർ ക്യാപിറ്റൽ. അപ്പോൾ ഫസ്റ്റ് ഡീൽ ഒറിജിനേഷൻ, സ്റ്റാർട്ടപ്പുകൾ അപ്രോച്ച് VC വെഞ്ചർ ക്യാപിറ്റൽ ഫേമിനെ അപ്രോച്ച് ചെയ്യുന്നു, അതാണ് ഡീൽ ചെയ്യുന്നു. ദെൻ സ്ക്രീനിങ്, വെഞ്ചർ ക്യാപിറ്റൽ ഫേംസുകൾ എന്ത് ചെയ്യുന്നു, റിവ്യൂസ് ദ ബിസിനസ് ഐഡിയ ടീം ആൻഡ് മാർക്കറ്റ് പൊട്ടൻഷ്യൽ. ഈ വന്ന സ്റ്റാർട്ടപ്പുകാരുണ്ടാവും അല്ലെങ്കിൽ ഓണ്ടർപ്രണേഴ്സ് ഉണ്ടാവും, അവരുടെ ബിസിനസ് ഐഡിയ ഒന്ന് റിവ്യൂ ചെയ്യുന്നു, സ്ക്രീൻ ചെയ്യുന്നു, ഓക്കെ ആണോ, എന്താണ് ഐഡിയ, അല്ലാതെ ഒറ്റയടിക്ക് നമ്മൾ എടുത്ത് കൊടുക്കൂല. ഓക്കെ, ദെൻ ഡ്യൂ ഡിലിജൻസ്, ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഫിനാൻഷ്യൽ ടെക്നോളജി ആൻഡ് ലീഗൽ ആസ്പെക്ട്. ആ വന്ന ബിസിനസ്സുകാരുടെ അല്ലെങ്കിൽ വെഞ്ചർ ക്യാപിറ്റൽ ഫേമിന്റെ അടുത്തേക്ക് ഒരുപാട് ബിസിനസ്സുകാർ വരും ഫണ്ടിന് വേണ്ടിയിട്ട്. അപ്പൊ അവരുടെ കൃത്യമായിട്ട് അവരുടെ ടെക്നോളജി എങ്ങനെയാണ്, അവരുടെ ഫിനാൻഷ്യൽ എങ്ങനെയാണ്, അവരുടെ മറ്റു ലീഗൽ ആസ്പെക്റ്റുകളൊക്കെ ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തും. Then term sheet, VC proposed funding term, venture capital proposed funding term, investment funds are provided in the exchange for equity. ഫണ്ടുകൾ എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. Then post investment monitoring, ഫണ്ട് പ്രൊവൈഡ് ചെയ്തതിനു ശേഷം ആ ബിസിനസ്സിനെ, ആ സ്റ്റാർട്ടപ്പിനെ അവരെന്ത് ചെയ്യുന്നുണ്ട്, മോണിറ്റർ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഫണ്ട് പ്രൊവൈഡ് ചെയ്ത് പോവല്ല ചെയ്യുന്നത്, ഗൈഡ് ചെയ്യുന്നുണ്ട്, അവരെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. Then exit, VC exit through IPO, acquisition or selling shares. അവരുടെ ഷെയർ വിറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെന്ത് ചെയ്യും, ആ ബിസിനസ്സിന് അവർ എക്സിറ്റ് ആവും, ആ ഒരു ഫേം നന്നായിട്ട് ഗ്രോത്തിലായി കഴിഞ്ഞാൽ. ഓക്കെ, അല്ലെങ്കിലും എക്സിറ്റ് ആവും. ഓക്കെ അല്ലേ, അതാണ് അതിന്റെ സ്റ്റെപ്സുകൾ. അത് ഇമ്പോർട്ടന്റ് ആണെന്ന് ശ്രദ്ധിച്ച് പഠിച്ചു വെക്കുക. Then what are the features of a corporate form of organization? ഓർഗനൈസേഷനിൽ കോർപ്പറേറ്റ് അല്ലെങ്കിൽ കമ്പനി, അതാണ് ഉദ്ദേശിക്കുന്നത്. കമ്പനിയുടെ ഫീച്ചേഴ്സ് എന്താന്നുള്ളതാണ്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. കമ്പനി ഷെയർ ഹോൾഡറും വ്യത്യസ്തരാണ്. ലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, അതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സിന്റെ ലയബിലിറ്റിക്ക് ലിമിറ്റ് ഉണ്ട്. പെർപെക്ച്വൽ സക്സഷൻസ്, ഒരുപാട് കാലത്തേക്ക് നിലനിൽക്കും. ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്, കമ്പനിയുടെ ഷെയറൊക്കെ ഏകദേശം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പ്രൊഫഷണൽ മാനേജ്മെന്റ്, എബിലിറ്റി ടു റൈസ് ലാർജ് ക്യാപിറ്റൽ. കമ്പനി ആകുമ്പോൾ, കോർപ്പറേറ്റ് ആകുമ്പോൾ ഒരുപാട് ആളുകളിൽ നിന്ന് ക്യാപിറ്റൽ നമുക്ക് സ്വരൂപിക്കാൻ കഴിയും, റേസ് ചെയ്യാൻ കഴിയും. നമുക്ക് അത്യാവശ്യം കമ്പനിക്ക് അത്യാവശ്യം എമൗണ്ടുകൾ വേണ്ടി വരും. അപ്പൊ പബ്ലിക്കിൽ നിന്ന് നമ്മൾ ഷെയറിലൂടെ, ഡിബഞ്ചറിലൂടെ ഒരുപാട് ക്യാപിറ്റൽ നമുക്ക് റേസ് ചെയ്യാൻ കഴിയും. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ളൂ, പക്ഷെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. നിങ്ങൾ ഓരോ പോയിന്റും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. സെക്ഷൻ C, ആൻസർ ഇനി 1 ക്വസ്റ്റ്യൻ, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 10 മാർക്ക്. ലോങ് എസ്സേ ആണ്, കുറച്ചും കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം കൂടുതലായിട്ട്. വാട്ട് ആർ ദി കോമ്പണൻസ് ഓഫ് എ ബിസിനസ് പ്ലാൻ, ബിസിനസ് പ്ലാന്റെ കോമ്പണൻസുകൾ. എക്സിക്യൂട്ടീവ് സമ്മറി, ഓവർവ്യൂ ഓഫ് ദി ബിസിനസ് വേണം, ഒരു ബിസിനസിന്റെ ഓവർവ്യൂ വേണം. ബിസിനസ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കണം, എന്താണ് ബിസിനസ്, അതിന്റെ വിഷൻ, മിഷൻ, അതിന്റെ ഗോളൊക്കെ എന്തെന്നുള്ളത് കൃത്യമായിട്ട് ബിസിനസ് പ്ലാനിൽ ഉണ്ടായിരിക്കണം. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. ബിസിനസ് പ്ലാനിന്റെ കോമ്പണൻസ് ആണ്. ദെൻ മാർക്കറ്റ് അനാലിസിസ് ഉണ്ടാവും. നമ്മൾ നമ്മുടെ മാർക്കറ്റിനെ കുറിച്ച് പഠിച്ച് അതിന്റെ ഒരു അനാലിസിസ്, അതിന്റെ ഇൻഡസ്ട്രി, നമ്മുടെ കസ്റ്റമേഴ്സിനെ കുറിച്ച്, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഈ പ്ലാനിൽ ഉണ്ടായിരിക്കാം. ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ്, അത് ആര് ഓർഗനൈസ് ചെയ്യണം, അതിന്റെ ഓണർഷിപ്പ് സ്ട്രക്ചർ എങ്ങനെ, ടീം എങ്ങനെ, അത് കൃത്യമായിട്ട് അതിലുണ്ടായിരിക്കണം. അതിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആര് എന്നൊക്കെ ബിസിനസ് പ്ലാനിൽ ഉണ്ടായിരിക്കണം. പ്രൊഡക്റ്റ് സർവീസ്, പ്രൊഡക്റ്റിനെ കുറിച്ച്, അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ യൂണിക്നെസ്, അതിന്റെ ബെനിഫിറ്റ്, അതിന്റെ സ്പെഷ്യൽ യൂണിക്നെസ് ഫീച്ചേഴ്സ് ഉണ്ടാവും, അതൊക്കെ അതിൽ കാണിക്കാം. മാർക്കറ്റിംഗ് പ്ലാൻ, അതായത് പ്രൈസിങ്, പ്രൊമോഷൻ, ഡിസ്ട്രിബ്യൂഷൻ, അതൊക്കെയാണ് അത് ഉദ്ദേശിക്കുന്നത്. ഏത് പ്രൈസ് ഇടണം, അതിന്റെ പ്രൊമോഷൻ എങ്ങനെ ആയിരിക്കണം, ആ ഒരു പ്രൊഡക്റ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ ആയിരിക്കണം, ഇത്തരം പ്ലാനുകളൊക്കെ ഈ ബിസിനസ് പ്ലാനിൽ ഉണ്ടാവും. ഓപ്പറേഷണൽ പ്ലാൻ ഉണ്ടാവും. പ്രോസസ്സസ്, ഫെസിലിറ്റീസ്, ടെക്നോളജി. ഫിനാൻഷ്യൽ പ്ലാൻ ഓൾസോ, ഇൻകം സ്റ്റേറ്റ്മെന്റ്, ക്യാഷ് ഫ്ലോ ആൻഡ് ബാലൻസ് ഷീറ്റ്. ഫിനാൻഷ്യൽ ബന്ധപ്പെട്ട ഒരു പ്ലാനും ഉണ്ടായിരിക്കണം, അതുമായി ബന്ധപ്പെട്ട ഫിനാൻഷ്യലി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും. ഫണ്ടിങ് റിക്വയർമെന്റ്സ്, എമൗണ്ട് നീഡഡ്, പർപ്പസ്, എത്ര എമൗണ്ട് ആവശ്യമുണ്ട്, എന്തൊക്കെയാണ് അതിനുമായി ബന്ധപ്പെട്ട് ഓരോ എമൗണ്ട് എന്തിനൊക്കെ ചെലവഴിക്കുന്നു എന്ന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരിക്കാം. മറ്റു അപ്പൻഡിക്സ്, സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്, റെസ്യൂം ആൻഡ് പെർമിറ്റ്, പെർമിറ്റുകൾ, സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്, ലൈസൻസുകളൊക്കെ അതിലുണ്ടായിരിക്കും, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. വാട്ട് ആർ ദി എത്തിക്കൽ കൺസിഡറേഷൻ ഇൻ ബിസിനസ്, ബിസിനസിന്റെ എത്തിക്കൽ കൺസിഡറേഷൻസ് ഒക്കെ എന്തൊക്കെയാന്നുള്ളതാണ്. എത്തിക്കൽ എന്ന് പറയുമ്പോൾ ധാർമ്മികപരമായിട്ട് കൺസിഡറേഷൻ എന്താന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന ആൻസർ ആണ് ഓണസ്റ്റി ആൻഡ് ട്രാൻസ്പാരൻസി ഇൻ ഡീലിങ്സിലൊക്കെ കസ്റ്റമറുമായിട്ട്, സപ്ലൈസുമായിട്ടൊക്കെ ഡീൽ ചെയ്യുമ്പോൾ ഓണസ്റ്റി ഉണ്ടായിരിക്കും, സത്യസന്ധത, ഒരു ട്രാൻസ്പാരൻസി ഉണ്ടായിരിക്കണം, സുതാര്യതകൾ.
ഫയർ ട്രീറ്റ്മെന്റ് ഓഫ് എംപ്ലോയീസിനെ, കസ്റ്റമേഴ്സിനെ, സപ്ലൈസിനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണം. എൻവയോൺമെന്റൽ റെസ്പോൺസിബിലിറ്റി, എൻവയോൺമെന്റിന് ഹാനികരമല്ലാത്ത രീതിയിൽ ബിസിനസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ എൻവയോൺമെന്റിനോട് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. അവോയ്ഡിങ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് അൺഫെയർ പ്രാക്ടീസ്. ബിസിനസ്സിലേക്ക് ഒരുപാട് ചൂഷണങ്ങൾ ഉണ്ടാവും, അതൊക്കെ ഒഴിവാക്കുക അല്ലെ. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, കോർപ്പറേറ്റിന് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് കമ്പനിക്ക്, അതൊക്കെ നിറവേറ്റുക. റെസ്പെക്ടിങ് ലോ ആൻഡ് റെഗുലേഷൻസ്, രാജ്യത്ത് നിലനിൽക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കീപ്പ് ചെയ്യുക. മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി, ചിലതൊക്കെ നമ്മൾ കോൺഫിഡൻഷ്യലി സൂക്ഷിക്കേണ്ടതുണ്ട്, നമ്മൾ രഹസ്യമായി സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കാം. എൻഷുറിങ് പ്രൊഡക്റ്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി, നല്ല സേഫ്റ്റി ഉള്ള പ്രോഡക്റ്റ്, അതിന്റെ ക്വാളിറ്റി ഒക്കെ ഉറപ്പുവരുത്തണം. ഇതൊക്കെയാണ് അതിന്റെ ഒരു എത്തിക്കൽ ആയിട്ടുള്ള കൺസിഡറേഷൻ. അതായത് കസ്റ്റമേഴ്സിന് ഹാനികരമാകുന്ന ഒന്നും വിൽക്കാൻ പാടില്ല, അതേപോലെ തന്നെ എംപ്ലോയീസ് നന്നായി ട്രീറ്റ് ചെയ്യണം, സപ്ലൈസ് നന്നായി ട്രീറ്റ് ചെയ്യണം. അതാണ് ഉദ്ദേശിക്കുന്നത് ടോട്ടലി. ഓക്കെ.